അന്നത്തെ സൺറൈസ് അല്ലേ, അന്നത്തെ ഡേ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോകുന്നു. നമ്മൾ മാത്രം എത്ര നേരത്തെ നിൽക്കേണ്ടുള്ള റിസോർട്ടിൽ. അങ്ങനെ നമ്മുടെ ട്രിപ്പിൻ്റെ ഏറ്റവും ലാസ്റ്റ് ദിവസമാണ് കേട്ടോ ഇന്ന്. ഇപ്പം ഈ കാണുന്ന ഷോപ്പും ഇതും എല്ലാം നമ്മുടെ ആ ഒരു പാക്കേജിലുള്ളതും നമ്മുടെ ഹോട്ടലിൻ്റെ ഒപ്പം തന്നെ ഉള്ളതുമാണ് കേട്ടോ. ഇവിടുന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഐസ്ക്രീം കഴിച്ചിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മുത്ത് രാവിലെ തന്നെ ഒരു കോഫിയൊക്കെ മേടിച്ചു. എന്നിട്ട് മുത്ത് പറയുമായിരുന്നു ഇന്നലെ ലവ് പോലെയായിരുന്നു അവരിട്ടിട്ടുണ്ടായിരുന്നത്, ഇന്ന് ഇതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ. ചേർക്കും നേരത്തുമീ വിറയ്ക്കുന്നുമേ മാറും വേറെന്തിനോ. ഞങ്ങൾ വന്ന അന്ന് നേരെ പിറ്റേ ദിവസം, അതായത് നമ്മുടെ രണ്ടാമത്തെ ദിവസം നീറ്റപ്പോൾ മാത്രമാണ് നല്ല അടിപൊളി ഒരു സൺറൈസ് കണ്ടിട്ടുള്ളത് കേട്ടോ. അതിനുശേഷം ഇന്നാണ് ഇത്രയും വെളിച്ചത്തിൽ കാണാൻ പറ്റി. ബാക്കി എല്ലാ ദിവസം ഇച്ചിരി എന്താ പറയുക, അത്യാവശ്യത്തിൽ കൂടുതൽ നമ്മുടെ മഴക്കാറും കാര്യങ്ങളൊക്കെ ആയിട്ടും നല്ലപോലെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പം ഈ കാണുന്ന ആ ഒരു റൂമാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് നമ്മുടെ ഹോട്ടലിൽ വരുന്നതും കാര്യങ്ങളൊക്കെ കേട്ടോ. നമുക്ക് രാവിലെ തന്നെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ഒരു ടവൽ അവിടെ വിരിച്ചിട്ടുണ്ടെങ്കിൽ ആരും അവിടെ വന്നിട്ട് പിന്നെ എടുക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ അതൊക്കെ വന്നിട്ട് അവിടെ കുറച്ച് നേരമൊക്കെ ഇരിക്കാനായിരുന്നു പ്ലാന്. ഇന്നിപ്പോൾ പ്രത്യേകിച്ച് വലിയ വലിയ പ്ലാൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒന്ന് സമാധാനപരമായിട്ട് കുറച്ച് നേരം ഒന്ന് ഇരിക്കുക, കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും കൂടെ ഉണ്ട്, അതൊക്കെ ചെയ്യുക. അങ്ങനെ കുറച്ച് കുട്ടി കാര്യങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇപ്പം ഞാൻ കാണിച്ചു തന്ന ഐസ്ക്രീം ഷോപ്പിൻ്റെ നേരെ മുന്നിലുള്ള ഒരു പ്ലേസാണിത്. അപ്പോൾ അവിടെ വന്ന് കുറച്ച് നേരം ഞങ്ങളുടെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് ചുമ്മാ ഇരിക്കുമായിരുന്നേ. അങ്ങനെ നമ്മൾ കുറേ നേരം ഇങ്ങനെ സംസാരിച്ചിരുന്നു. കാരണം ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് കാനഡയിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു നന്നായിട്ടൊരു വെളിച്ചത്തിൽ ഇങ്ങനെ കുറേ നേരം ഇരിക്കാൻ പറ്റലൊക്കെ ഭയങ്കര കുറവാണ്. ഇവിടെ കൂടുതലും തണുപ്പും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക, ഒരു എല്ലാം മറന്ന് ഇങ്ങനെ സന്തോഷിച്ചിരിക്കുമായിരുന്നു കേട്ടോ. ഇന്ന് നമുക്ക് വേറെ കുറച്ച് പ്ലാൻസും കൂടെ ഉണ്ട്. കാരണം നമ്മുടെ ആനിവേഴ്സറിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ശരിക്കും ഈ ഒരു ട്രിപ്പ് നടത്തിയിരിക്കുന്നത്. ആനിവേഴ്സറി എന്ന് പറയുമ്പം വെഡ്ഡിങ് ആനിവേഴ്സറി അല്ല കേട്ടോ, നമ്മുടെ ലവ് ആനിവേഴ്സറി. അതായത് നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങിയിട്ട് ഡിസംബർ 3, 2024 9 കൊല്ലമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെ പ്രമാണിച്ചിട്ടും പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. വെഡ്ഡിങ് ആനിവേഴ്സറി ഞങ്ങൾ അങ്ങനെ വല്ലാതെ സെലിബ്രേറ്റ് ചെയ്യാറില്ല. അതവിടെ കിടക്കട്ടെ, അതിനെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് സംസാരിക്കേണ്ടല്ലോ. അങ്ങനെ ലവ് ആനിവേഴ്സറിയാണ് ഞങ്ങൾ കൂടുതലും സന്തോഷമായിട്ടും ഒക്കെ കാണാറ് കേട്ടോ. അപ്പം നമ്മൾ 9 കൊല്ലം ഒപ്പം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ ഒരു സന്തോഷത്തിലാണ് നമ്മൾ ഈ ട്രിപ്പ് വന്നേക്കുന്നത്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പറയുമായിരുന്നു ഞാൻ ഈ ഹോട്ടലോ കാര്യങ്ങളോ ഒന്നും ഭയങ്കരമായിട്ട് കാണിച്ചിട്ടില്ല കേട്ടോ. നല്ല വൃത്തിക്കോ മെനക്കോ ഒന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ കുഞ്ഞു പോർഷൻസൊക്കെ ഞാനിങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ചൊക്കെ എടുക്കുമായിരുന്നു. പിന്നെ ഈ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ, ഇതാണ് നമുക്ക് ഏത് നേരവും വരാൻ പറ്റുന്നത് കേട്ടോ. ബാക്കിയുള്ള എല്ലാം നമ്മൾ മുൻകൂട്ടി അപ്പോയിൻമെൻ്റ് എല്ലാം എടുത്ത് അങ്ങനെ വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ അതെല്ലാം കഴിഞ്ഞ് വീണ്ടും ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയതാണ്. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ അന്നത്തെ മെനുവും കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഉള്ള ദിവസത്തിലെല്ലാം ഓൾമോസ്റ്റ് എല്ലാം ഒരേപോലെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെ കുറേ വിഭവങ്ങൾ അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും. അതിലേത് വേണോ അത് നമുക്ക് എടുക്കാം. പിന്നെ അതുപോലെ അവിടെ ലൈവായിട്ട് അപ്പം തന്നെ ഉണ്ടാക്കി തരുന്നതും ഉണ്ടായിരിക്കും. അതും നമുക്ക് ചൂസ് ചെയ്യാം. ഏത് വേണോ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിങ്ങനെ എടുത്തുകൊണ്ടിരിക്കാം കേട്ടോ.
കുറേ ഓപ്ഷൻസ് ഉണ്ട്, കുറേയൊക്കെ നമുക്ക് അറിയാത്ത കുറേ ഉണ്ട്. അങ്ങനെ എനിക്ക് പറ്റിയൊരു തരം ഉണ്ടായിരിക്കും, അത് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. ഈ കാണുന്ന ജ്യൂസൊക്കെ അതിൽ ഒരെണ്ണമൊക്കെ ക്യാരറ്റ് ജ്യൂസ് അപ്പുറത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ക്യാരറ്റ് ജ്യൂസ് അങ്ങനെ കുറച്ച് ഫ്രഷ് ജ്യൂസും കാര്യങ്ങളൊക്കെയാണ്. അതായത് ഷുഗറോ കാര്യങ്ങളോ ഒന്നും വല്ലാതെ ഇല്ലാതെ നല്ല ഫ്രഷ് ആയിട്ടുള്ള സംഭവങ്ങൾ കേട്ടോ. പിന്നെ ഫ്രഷ് കട്ട് ഫ്രൂട്ട്സ് കാര്യങ്ങൾ എല്ലാം അവിടെ ഉണ്ടായിരിക്കും. ഒക്കെ ഇതാ തീരുമ്പോൾ അവർ കൊണ്ടുവന്ന് വെക്കുകയും ചെയ്യും കേട്ടോ. എല്ലാം ഭയങ്കര ഫ്രഷ് ആയിട്ടാണ് ഞങ്ങൾക്ക് ഇതുവരെ ഫീൽ ചെയ്തത്. എന്താ പറയുക, സ്റ്റേയിലോ ഫുഡിലോ ഒന്നും നമുക്കൊരു റിഗ്രറ്റ് അല്ലെങ്കിൽ അയ്യേ ഇതെടുത്തല്ലോ, ഇത്ര നന്നായില്ലല്ലോ, കാശ് കൊടുത്തതിന് കാര്യം ഉണ്ടായില്ലല്ലോ, അങ്ങനെയൊന്നും നമുക്ക് തോന്നാറില്ല കേട്ടോ. പിന്നെ ഓരോ വട്ടം ഇതേപോലെ എല്ലാം സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെപ്പോഴും വന്നുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ലഞ്ചിനും വന്നു കേട്ടോ. ലഞ്ച് നമ്മൾ ഇപ്രാവശ്യം ഒന്ന് AC-ലിരിക്കാതെ പുറത്തിരിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ വന്നിട്ടാണ് ഇരുന്നത്. പക്ഷെ ഗംഭീര ചൂടായിരുന്നു. നമ്മൾ വിചാരിച്ച പോലെയോ കാര്യങ്ങളോ ഒന്നും ആവില്ല. ചൂട് ഭയങ്കരമായിരുന്നു കേട്ടോ ഇവിടെ. കാരണം ഇത്ര ദിവസം കൊണ്ട് തന്നെ നമ്മളങ്ങ് ഒന്നാകെ ടാൻ അടിച്ചില്ലാതായിട്ടുണ്ടായിരുന്നു. പിന്നെ ലഞ്ചിനും ഓൾമോസ്റ്റ് ഏറെക്കുറെ എല്ലാ വട്ടവും ഉണ്ടായിരുന്ന സംഭവം തന്നെയാണ് കേട്ടോ ഇന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഓരോരോ സമയത്തിനനുസരിച്ചാണ് കഴിക്കാൻ വരാറ്. കാരണം എല്ലാവരും അവരവരുടെ ഓരോരോ കാര്യങ്ങൾ, ചിലപ്പോൾ അവർ പുറത്ത് പോയിട്ടുണ്ടായിരിക്കാം, മേ ബി അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ചെയ്തിട്ട് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നവരും ചിലപ്പോൾ ഇവിടെ താമസിക്കുന്ന എല്ലാവരും കഴിക്കണമെന്നും ഇല്ല കേട്ടോ. പക്ഷേ നമുക്കിപ്പോൾ ഈ ഫിഷും കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പയ്ക്കപ്പം തന്നെ ഏത് മസാല വെച്ച് ഉണ്ടാക്കണോ അതേപോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ അവർ അപ്പയ്ക്കപ്പം ഉണ്ടാക്കി തരും കേട്ടോ. പിന്നെ ഫിഷിനൊക്കെ നമ്മൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. ചിലപ്പോൾ ചില ഫിഷിനൊക്കെ 20 മിനിറ്റ്സ് ഒക്കെ വെയിറ്റ് ചെയ്താൽ മാത്രമാണ് അത് ഉണ്ടാക്കി തരാൻ പറ്റാറ്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാം. അതൊക്കെ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. ഞാനങ്ങനെ ഫിഷ് കഴിക്കുന്ന അങ്ങനെ ഭയങ്കര ഫിഷ് ലവറൊന്നുമല്ല. അതായത് നമ്മുടെ നാട്ടിലത്തെ ഫിഷ് ഇഷ്ടമാണ്, അല്ലാതെ ഒന്നും ഇഷ്ടമല്ല. പക്ഷെ ഇത് ചിലതൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു. മുത്ത് പിന്നെ എല്ലാം ട്രൈ ചെയ്തു. ഞാൻ പിന്നെ ഈ മധുരമുള്ളതിലോട്ട് ഇങ്ങനെ പോയി. ഈ ലാസ്റ്റ് ദിവസമായിരുന്നു തോന്നുന്നു നമ്മൾ ആദ്യമായിട്ടൊരു മലയാളീസിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 3 ചേട്ടന്മാരെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് അവരും കാനഡയിൽ നിന്നുള്ളവരായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഇന്നത്തെ ഒരു പ്ലാനും, അതായത് ഇന്നൊരു പ്ലാനും ഇല്ല, ആകെ ഉള്ള പ്ലാന് നമ്മൾ എന്താ പറയുക, ആനിവേഴ്സറി ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ വന്നത് തന്നെ അതിനാണല്ലോ. പക്ഷേ ലാസ്റ്റ് ദിവസം ആനിവേഴ്സറി ഫോട്ടോഷൂട്ട് എടുക്കാൻ ഉദ്ദേശിച്ചത് ഭയങ്കര പൊട്ടത്തരായിപ്പോയി. കാരണം നമ്മൾ ആകെ അങ്ങ് കരിവാളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോസിലായാലും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഫേസ് നമുക്ക് തന്നെ കാണുമ്പോൾ ഭയങ്കര വേറൊരാളായ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറേ തരത്തിലുള്ള ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഞാൻ കുറേ ആയിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെ എടുക്കണം, എന്തെടുക്കണം, കുറേ പ്ലാൻ ഉണ്ടായിരുന്നു. അതിലത്തെ ഒരു പ്ലാനായിരുന്നു കേട്ടോ ഇത്. ഒരിക്കലും വർക്കൗട്ട് ആവുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ ഇത് വർക്കൗട്ട് ആയോ എന്ന് ചോദിച്ചതിലും അല്ലാതെ എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയൊന്നുമില്ല. പക്ഷെ എന്നാലും വിചാരിച്ച പോലെയൊക്കെ നടന്നു. രാവിലെ തൊട്ടിട്ട് ചെയ്യുന്നതായിരുന്നു. രാവിലെ അല്ല, ഒരു ഉച്ച തൊട്ട് ചെയ്യുന്നതായിരുന്നു. കുറേ സമയം പിടിച്ചു കൂട്ടാം. പിന്നെ ആ ഫോട്ടോഷൂട്ടിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ വേറൊരു ഡാൻസ് വീഡിയോയും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇതുവരെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് റിഹേഴ്സലും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വീണ്ടും നടത്തി. വൻ കോമഡി ആയിരുന്നു. കാരണം ഞങ്ങളങ്ങനെ ഡാൻസ് അറിയുന്നവരോ ഒന്നുമല്ല, അതിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവരോ ഒന്നുമല്ല. പക്ഷെ നമുക്ക് രണ്ടുപേർക്കും ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമല്ലോ, എങ്ങനെ വേണമെങ്കിലും. നമ്മുടെ ഇഷ്ടമാണല്ലോ നമ്മൾ ചെയ്യേണ്ടതല്ലാണ്ട് ബാക്കിയുള്ളവരുടെ ഇഷ്ടമല്ലല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ ഓരോന്ന് നോക്കി ഞാൻ മുത്തിന് പറഞ്ഞു കൊടുത്ത്, മുത്ത് എനിക്ക് പറഞ്ഞു തന്ന്. ഞാൻ പറയുമ്പോൾ തോന്നും മുത്തിന് ഞാൻ ഭയങ്കര ഡാൻസറാന്ന്. പക്ഷെ അങ്ങനെയല്ല, എനിക്കിങ്ങനെ പറഞ്ഞു കൊടുക്കാനേ അറിയുള്ളൂ. അതായത് എനിക്ക് എഴുതാനേ അറിയുള്ളൂ, വായിക്കാൻ അറിയില്ലല്ലോ എന്ന് പറഞ്ഞ പോലെയാണ് എൻ്റെത്. എനിക്ക് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് ചിലപ്പോൾ അറിയുമായിരിക്കും. പക്ഷെ എനിക്ക് ഒട്ടും ഞാൻ വിചാരിച്ച പോലെ എനിക്ക് കളിക്കാനൊന്നും അറിയത്തില്ല ഗൈസ്. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി അതൊക്കെ ഏകദേശം പ്രാക്ടീസ് ചെയ്ത് വെച്ചു. പക്ഷെ ആദ്യം വിചാരിച്ചു കുറച്ച് ഫോട്ടോഷൂട്ട് എടുക്കാം. കാരണം വെളിച്ചം ഇപ്പോൾ പോകും വൈകുന്നേരം ആകുമ്പോഴേക്കും. അപ്പോൾ അത് പോകുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്ക് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഗൈസ് നമ്മൾ റെഡി ആയിരിക്കുകയാണ്. വെയിലത്ത് കിടന്ന് കളിച്ചിട്ട് ആകെ ടാൻ അടിച്ചു അല്ലേ? ക്യാമറ ഞാൻ തന്നെ മനസ്സിലാവണില്ല എന്നെ ചെയ്യാനാ അല്ലേ? അപ്പൊ ഞങ്ങളിനി ഒരു വമ്പം പരിപാടി സെറ്റ് ചെയ്യാൻ പോവാം. നമ്മുടെ ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നത് മാത്രമേ ഇന്ന് ഞങ്ങളുടെ സെക്കൻഡ് ലാസ്റ്റ് ഡേ ആയിട്ടോ. നാളെ കാലത്ത് ഞങ്ങൾ ഇവിടുന്ന് പോകും. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോ കൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാക്കപ്പ് അല്ലേ? അത് കഴിഞ്ഞാൽ പിന്നെ പാക്കപ്പാ, എല്ലാം പാക്ക് ചെയ്ത് പ്രിപ്പറേഷൻ പോവാനുള്ള. അപ്പൊ ലാസ്റ്റ് ആക്ടിവിറ്റി ഫ്രം കാൻകൂൺ.
അങ്ങനെ നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി നാട്ടിൽ നിന്ന് മീൻസ് നമ്മൾ ഇവിടുന്ന് കാനഡയിൽ നിന്ന് വരുമ്പോൾ തന്നെ ഞാൻ അത്യാവശ്യം ബലൂൺസും കാര്യങ്ങളൊക്കെ, അതായത് ഒരെണ്ണം നാശമായാലും മറ്റത് കിട്ടാൻ വേണ്ടി 2 തരത്തിലുള്ള ബലൂൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. 2 കണ്ടോ 3 തരത്തിലുള്ളത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ എനിക്ക് കുറച്ച് ഐഡിയ കാര്യങ്ങൾ ചെറുതായിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ തന്നെ നമുക്ക് ജ്യൂസും കാര്യങ്ങളെല്ലാം കിട്ടും. അപ്പോൾ അതെല്ലാം എനിക്ക് ഇഷ്ടമുള്ള കളർ വേണം, അതിന് ഏത് കളറിലുള്ളത് എങ്ങനെ പറഞ്ഞാലാണ് കിട്ടുക എന്നൊക്കെ ഉള്ളത് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അവിടെ ഏത് കളറിലുള്ളത് കിട്ടണം എന്നുള്ളത്. ആശിച്ചു ഞാൻ തോരാത്തടി പൂമാരിയിൽ. അങ്ങനെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കിട്ടാം. ഈ 9 years of love എന്നുള്ളത് ഞാൻ 8 years ആയപ്പോഴും ഞങ്ങൾ ഇവിടുന്ന് കാനഡയിൽ നിന്ന് മിററിൽ എഴുതിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു നല്ല അടിപൊളി റീലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ നല്ല ഹിറ്റായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതുപോലെ ഞാൻ അവിടെ പോയിട്ടും ഞാൻ അങ്ങനെ എഴുതണം എന്ന് വിചാരിച്ചതാണ്. അത് 1 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഞാൻ ഇവിടുത്തെ 8 yearsൻ്റെ തന്നെ ഞാനൊന്ന് ഇറേസ് ചെയ്ത് കളഞ്ഞത് കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നമ്മൾ ഡിന്നർ കഴിക്കാൻ വന്നു. പക്ഷെ അത് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു കേട്ടോ. കാരണം ഇന്ന് എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടാണ് എന്നറിയില്ല, ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കര ഗ്രാൻഡ് ആയിട്ടുള്ള ഡിന്നറും കാര്യങ്ങളായിരുന്നു സെറ്റ് ചെയ്തിരുന്നത്. കാരണം ഇത്രയും ഭയങ്കര ഗ്രാൻഡായിട്ട് ഒരിക്കലും ഉണ്ടാവാറില്ല കേട്ടോ. കാരണം നമുക്ക് മറ്റേ വേറെ കുറേ ഡിന്നറിനുള്ള നമുക്ക് ഞാൻ പറഞ്ഞിട്ടില്ല, മുൻകൂട്ടി നമ്മൾ ബുക്ക് ചെയ്തിട്ട് പോകണം എന്നുള്ളത്. അവിടെ നിന്നൊക്കെ നമുക്ക് ഇത്രയും കൂടിയും അടിപൊളിയായിട്ടുള്ളത് കിട്ടാറുണ്ട്. ബാക്കിയൊക്കെ നോർമലാണ് ഇവിടെ ഉണ്ടാവാറ്. ഇത് ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് താങ്ക്സ് ഗിവിംഗ് ഡേയുടെ ഭാഗമായിട്ടായിരുന്നു അന്ന് അവിടെ ഭയങ്കരമായിട്ടുള്ള ഡിന്നർ എന്നുള്ളത് കേട്ടോ. അത് ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പോഴും ഞാൻ എന്നെ നോർമൽ വേയിലുള്ള സംഭവങ്ങളൊക്കെ എടുത്തിട്ടേ കഴിക്കാൻ പോയുള്ളൂ. പക്ഷെ മുത്ത് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും പുതിയതൊക്കെ കണ്ടപ്പോൾ കുറേ കാര്യങ്ങൾ ട്രൈ ചെയ്തായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഇതിനെന്താണ് പറയുക, മസിൽസ് എന്നോ അങ്ങനെ എന്തൊരു സംഭവം, അതൊക്കെ മുത്ത് കുറേ പച്ചക്കാണല്ലോ അത് ഉണ്ടായിരിക്കുക, അത് കുറേ എടുത്ത് കഴിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ലോബ്സ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര വലുതല്ല കേട്ടോ, അത്യാവശ്യം എന്നൊരു മീഡിയം സൈസിലുള്ള. അതൊക്കെ നമ്മൾ ഓൾറെഡി കുറച്ചധികം സമയം കുക്കിംഗ് ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ ഓൾറെഡി അവിടെ ബുക്ക് ചെയ്തിട്ട് വന്നു. എന്നിട്ട് നോർമലി ഉള്ള കുറേ സംഭവങ്ങളൊക്കെ എടുത്ത് നമ്മൾ കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് പറയുന്ന പോലെ വലിയൊരു താല്പര്യമുള്ള ആളൊന്നുമല്ല ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ മുത്ത് ഭയങ്കര കൂളായിട്ട് പക്ഷെ ഇത് ഞാൻ പിന്നീട് ഇവിടെ കാനഡയിൽ വന്നിട്ട് ഇത് വീണ്ടും നമ്മൾ ഇവിടുത്തെ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ടേസ്റ്റ് ചെയ്തായിരുന്നു. എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. നല്ല ഒരു കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു ഇതിലുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റി ആയിട്ട് തോന്നി. അതായത് ഭയങ്കര ഒരു പച്ചയായിട്ട് ചുവയ്ക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഛർദിക്കെടുത്തിട്ടാ ചോറ് കഴിച്ചോ കുട്ടിയാ? പിന്നെ മുത്ത് ഇതും കഴിച്ചു വയ്ക്കായിരുന്നു. ഇത് അത്യാവശ്യം കുക്ക്ഡ് ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടായി തോന്നിയില്ല. കാരണം ഞാനും കഴിച്ചു, എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. ഞാൻ വിചാരിച്ചു ഭയങ്കര പൊട്ടയായിരിക്കുന്നു, പക്ഷെ അങ്ങനെയൊന്നുമല്ല. നല്ല അത്യാവശ്യം വെൽ കുക്ക്ഡ് എന്ന് പറയാൻ വയ്യ, ബട്ട് സ്റ്റിൽ ഒരു ഹാഫ് വേ ആയതുകൊണ്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നി. അത്യാവശ്യം മസാലയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതൊക്കെ വെച്ചിട്ടാണല്ലോ അവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ഞാൻ കുടിച്ചിട്ടുണ്ടായിരിക്കുക പൈനാപ്പിൾ ജ്യൂസാണ്. അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇപ്പോഴും ഉണ്ട്. അവർ ചുമ്മാ ഒരു സിറപ്പ് ഒഴിച്ച് അതിൽ ഐസ് ക്യൂബ്സ് ഇടുന്നു, അത്രയേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ അത് ഭയങ്കര എനിക്ക് ടേസ്റ്റുള്ളൊരു സംഭവമായിട്ട് തോന്നി കേട്ടോ. പിന്നെ ഇത് പോർക്കിൻ്റെ എന്തോ ഒരു സംഭവമായിരുന്നു മുത്ത് പറയുന്നത്. കുറേ കാലമായിട്ട് അങ്ങനെ വെച്ചിട്ടുള്ള അതിനെന്തോ ഒരു പേരുണ്ട്, സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി ഗൈസ്. അപ്പോൾ മുത്ത് പറഞ്ഞു ഇതൊക്കെ ടേസ്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തോന്ന് ടേസ്റ്റ് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞിട്ട് മുത്ത് അതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുമായിരുന്നു. എനിക്ക് പിന്നെ ഇതൊന്നും ഇഷ്ടമൊന്നുമല്ല. മുത്ത് ടേസ്റ്റ് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല, ഭയങ്കര ഒരു നെയ്യൊക്കെ ഇങ്ങനെ അലിഞ്ഞു പോകുന്ന പോലെ ഉണ്ട്, ഭയങ്കര ടേസ്റ്റിയാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഓക്കെ എല്ലാം കണ്ടിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ റൂമിലോട്ട് പോവുകയാണ്. ഇന്ന് പ്രത്യേകിച്ച് പറഞ്ഞല്ലേ ഒരു പ്ലാനും ഇല്ല, ചുമ്മാ ഒരു റെസ്റ്റ് ചെയ്യുന്ന ദിവസമായിരുന്നു. കാരണം നമുക്ക് നാളെ പോകാനുള്ളതാണ്. അപ്പോൾ അതൊക്കെ പാക്കിങ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അധികം ഒന്നും പുറത്ത് സ്പെൻഡ് ചെയ്തില്ല. നേരെ തിരിച്ച് റൂമിലോട്ട് വന്നു. റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇടാനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ.
നമ്മൾ ഇങ്ങനെ അലമ്പാക്കിയിട്ട് പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ തന്നെ ഒന്ന് വൃത്തിക്കിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഏറെക്കുറെയൊക്കെ മടക്കി വെക്കാനുള്ളതൊക്കെ അതിൽ വെച്ചു. പിന്നെ നാളെ പോകാനുള്ളത്, കാരണം നമ്മളിനി വീണ്ടും തണുപ്പിലോട്ട് പോകല്ലേ, അന്ന് വെച്ച അതേ സെയിം ഡ്രസ്സ് തന്നെയാണ് നമ്മൾ തിരിച്ചും പോകുമ്പോൾ ഇടുന്നത് കേട്ടോ. കാരണം ഒരുപാട് ലഗേജ് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ നമ്മൾ തിരിച്ചു പോകുമ്പോൾ ദേവനെ വിളിച്ചിട്ട് റൂമൊക്കെ കാണിച്ചു കൊടുക്കുമായിരുന്നു. കാരണം അപ്പം മലയ്ക്ക് പോകാൻ നിന്ന സീസണൊക്കെ ആയിരുന്നു കേട്ടോ. ഇത് ഒരുപാട് മുന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ ഗൈസ്. ഇതെന്താ ഇപ്പോൾ മലയ്ക്ക് പോകണമെന്നൊന്നും ചിന്തിക്കരുത്. ഞങ്ങൾ നവംബറിലല്ലേ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ഞങ്ങളുടെ ഒരു ആനിവേഴ്സറി ഒക്കെ ആഘോഷിച്ച് ഞങ്ങളുടേതായിട്ടുള്ളൊരു ക്വാളിറ്റി ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് അങ്ങനെ ഇന്നത്തെ ഒരു ദിവസവും കഴിയുകയാണ് ഗൈസ്. നിങ്ങൾക്ക് എന്തായാലും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അറിയിക്കണം. ഞങ്ങളുടെ കൊച്ചു കൊച്ചു ഓർമ്മകളും കാര്യങ്ങളൊക്കെയാണിത്. അതൊന്നും പോവാതിരിക്കാൻ വേണ്ടി മാക്സിമം എനിക്കിഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീഡിയോ. എന്നാൽ ഞങ്ങൾക്ക് ഒരുപാട് വീഡിയോസൊന്നും എടുക്കാനും പറ്റിയിട്ടില്ല. കാരണം എല്ലാ വീഡിയോസ് എപ്പോഴെപ്പോഴും എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മൊമെൻറ്റ്സ് ഒന്നും ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യാനും പറ്റത്തില്ലല്ലോ. അപ്പോൾ എന്തായാലും ബൈ, സീ യു.